ബ്രാൻഡിങ് ചെയ്യാൻ ചിലപ്പോൾ ഞാനൊന്നും വേണ്ട. നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ലോഗോ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രോഷർ ഉണ്ടാക്കിയിട്ട് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല ബ്രാൻഡിങ്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. 40 വർഷം മുമ്പ് വയനാട്ടിലെ കുപ്പാടിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച ജോബി എന്ന് പറയുന്ന ആള് 40 വർഷം കൊണ്ട് ബ്രാൻഡ് സ്വാമി ആയി മാറിയത് പോലത്തെ ഒരു പ്രോസസ്സാണ് ഇത്. ഇത് ബ്രാൻഡിങ് ഒരാളുടെ ഈ ഇമോഷണലും ഫങ്ഷണലുമായിട്ടുള്ള ക്വാളിറ്റികളുടെ എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ജോബി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ജോബിയുടെ ബ്രാൻഡിങ്. ഒരു ക്യാരക്ടർ കൊടുക്കുക, ഒരു സ്വഭാവം കൊടുക്കുക, ഒരു സംസാര രീതി കൊടുക്കുക. നിങ്ങളുടെ കമ്പനിക്ക് ഒരു സംസാര ഭാഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടോണാലിറ്റി എന്നൊക്കെ പറയും, ഒരു വ്യക്തിയാക്കി മാറ്റുക. അതിനേക്കാണ് നമ്മൾ സത്യത്തിൽ ആർക്കിടൈപ്പ് എന്ന് പറയും, ബ്രാൻഡ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡ് ആർക്കിടൈപ്പിനെ കുറിച്ച് ചർച്ച പോലും ചെയ്യാതെയാണ് ബ്രാൻഡിങ് ചെയ്യുക. കേരളത്തിലേക്ക് വളരെ ഫേമസ് ആയ ബ്രാൻഡുകൾ അവരുടെ ബ്രാൻഡ് ബുക്ക് തരുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും. കാരണം അതിനകത്ത് ഒരു ലോഗോയും ഉണ്ടാവും, ഒരു 4 കളറും ഉണ്ടാവും, ഒരു ടൈഫേസും ഉണ്ടാവും, കുറേ മോക്കപ്പും ഉണ്ടാവും. നെറ്റിൽ പോയിട്ടോ മറ്റേ മിഡ് ജേണി പോയിട്ടോ മറ്റേ നല്ല പടം ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഫോട്ടോഷോപ്പ് ചെയ്ത് ഈ സാധനം എടുത്ത് കിട്ടും. മോക്കപ്സ് ആണ് ഫുൾ. കാണുന്നവരൊക്കെ കിളി പറക്കും. ഇത് കഴിഞ്ഞ് റിയൽ ലൈഫിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആംഗിളും ഈ സാധനത്തിൽ ഉണ്ടാവില്ല.